എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു തട്ടിക്കൂട്ട് നാടൻ കറിയാണ് കേട്ടോ. ഈ തട്ടിക്കൂട്ട് നാടൻ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ പണ്ട് കാലത്തും അതെ ഇപ്പോഴും ഒക്കെ ഉണ്ടാകുന്ന എനിക്കറിയില്ല. എന്നാലും ഞങ്ങളുടെ ഇവിടെയൊക്കെ ഉണ്ട്. പണ്ടൊക്കെ ഏതെങ്കിലും ഒരു വീട്ടിലൊക്കെ മരിപ്പൊക്കെ ഉണ്ടാകുമ്പോൾ കുറേ ആൾക്കാരൊക്കെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ. അതായത് ബന്ധുക്കളൊക്കെ ആയിട്ട് കുറച്ച് പേര് അധികമൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഒരു കുറച്ച് ദിവസമൊക്കെ വീട്ടിൽ തങ്ങുമ്പോൾ നമ്മൾ കിട്ടണ പച്ചക്കറി അപ്പോൾ പച്ചക്കറിയല്ലേ കഴിക്കുള്ളൂ. അപ്പോൾ ഈ കിട്ടണ പച്ചക്കറികളൊക്കെ കൂടി വെട്ടി കൂട്ടിയിട്ടിട്ട് ഒരു ചെറിയൊരു തേങ്ങ അരച്ച കറിയൊക്കെ വെക്കും. അങ്ങനെ അതിൽ പെട്ടൊരു കറിയാണ് ട്ടോ ഇത്. ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഐറ്റങ്ങൾ ഇപ്പം ആ ടൈമിലൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന കപ്പങ്ങ അല്ലെങ്കിൽ കപ്പങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പപ്പായ അങ്ങനെയൊക്കെ പറയുമല്ലോ അത്. പിന്നെ വല്ല മുരിങ്ങാക്കോലൊക്കെ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ താള്, ചേമ്പ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂട്ടിയിട്ടിട്ട് ഒരു ചെറിയൊരു തേങ്ങ അരച്ച കറി വെക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ചെറിയൊരു കറിയാണ് ട്ടോ വെക്കണത്. അപ്പോൾ ഈ കറിയിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ഐറ്റം മാത്രമേ ഞാൻ ഇടണുള്ളൂ കേട്ടോ. മൂന്ന് ഐറ്റം ഉള്ളു. അപ്പോൾ മത്തങ്ങ കുറച്ചുണ്ടായിരുന്നു. അപ്പം മത്തങ്ങയും പിന്നെ ഒരു തക്കാളിയും, 2 തക്കാളിയും, പിന്നെ താള് നമ്മുടെ സ്ഥിരം ഇവിടുത്തെ സ്ഥിരം ഐറ്റമാണ് താള്. എനിക്കറിയില്ല കേട്ടോ, എന്താണെന്ന് അറിയില്ല. താള് എവിടെ കണ്ടാലും എനിക്ക് കറി വെട്ടിക്കൂട്ടി കറി വെക്കണ ഒരു ശീലമുണ്ട്. അത് ഈയിടെ തുടങ്ങിയതാണ് കേട്ടോ. അതായത് ഇവിടെ വന്നേ പിന്നെ അങ്ങനെ തുടങ്ങിയതാണ്. നേരത്തെ ഒന്നും അങ്ങനെ താളൊന്നും വീട്ടിലൊന്നും അങ്ങനെ വെക്കില്ലായിരുന്നു. എന്തോ എനിക്കിഷ്ടമാണ്. ഞാൻ സാമ്പാറിലൊക്കെ ഇടും കേട്ടോ. അപ്പം അങ്ങനെ വെക്കുന്ന ഒരു കറിയാണ് നമ്മൾ ഇന്ന് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തേക്കണത് 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ മത്തങ്ങ വലുത് അരിഞ്ഞെങ്കിലും ബാക്കി എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. കാരണം സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കാമല്ലോ, അല്ല ഇടാലോ. അപ്പം അത് കണക്കാക്കി നമ്മൾ എടുത്തിട്ട് അപ്പോൾ പിന്നെ ആദ്യം മത്തങ്ങ വേവിക്കുകയാണ് ചെയ്യുന്നത്. മത്തങ്ങ വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പിടും, പിന്നെ മുളക് പൊടി ഇടും, മഞ്ഞൾപ്പൊടി ഇടും. ഇത് 3 ഇട്ടിട്ട് ഒരു വെന്തൊരു പകുതി വേവൊക്കെ എത്തുമ്പോഴാണ് നമ്മൾ തക്കാളി ഇടുന്നത് കേട്ടോ. കാരണം തക്കാളി വെന്തുടഞ്ഞു പോകണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഒരു പച്ചമുളകേ നമ്മൾ അതിൽ ഇടണുള്ളൂ കേട്ടോ. കാരണം അധികം നമ്മൾ ഈ പച്ചക്കറി വെക്കുമ്പോൾ അധികം എരിവ് അത്ര നന്നല്ല. കാരണം ആ കറിയുടെ ടേസ്റ്റേ പോകും. ഒരു ആവശ്യത്തിനുള്ള എരിവ് മാത്രം മതി കേട്ടോ. അപ്പോൾ ഒരു പച്ചമുളകും ഒരു കുറച്ച് മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ മത്തങ്ങ വെന്ത് പകുതിയാകുമ്പോഴേക്കും നമ്മൾ ഇത് രണ്ടും കൂടി ഞാൻ ഇന്ന് ഒപ്പം ഇട്ടത്. വെന്ത് ഒന്ന് ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഇട്ടു, പിന്നെ നമ്മൾ താളും ഇട്ട് കൊടുത്തു കേട്ടോ. കാരണം തക്കാളി ഞാൻ ചെറുതാക്കി അരിഞ്ഞേക്കണം, അപ്പോൾ പിന്നെ പെട്ടെന്ന് വെന്തോളും. വലുതാക്കി അരിയണമെങ്കിലാണ് താളിനേക്കാളും ഇത്തിരിയും കൂടി വേവ് വരണത് കേട്ടോ. അപ്പോൾ അതിട്ട് അപ്പോൾ അപ്പോഴേക്കും നമുക്കിത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ അരപ്പ് റെഡിയാക്കാം. തേങ്ങയിൽ നമ്മൾ ഇടണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി വേപ്പില ഇടും, വെളുത്തുള്ളി ഒരു ചെറിയ ഒരു വെളുത്തുള്ളി ഇടും, ഒരെണ്ണം ഇടുള്ളൂ കേട്ടോ വെളുത്തുള്ളി. പിന്നെ കുറച്ച് ജീരകം. എനിക്ക് അധികം ജീരകത്തിൻ്റെ രൂപ ഇഷ്ടമല്ല, അതുകൊണ്ട് കുറച്ച് ജീരകം ഇടുള്ളൂ കേട്ടോ. ഇതൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും. ആ അരപ്പാണ് ഈ ചേർത്തേക്കുന്നത് കേട്ടോ. മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി കറിയിൽ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടിട്ട് ഇനി മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. അപ്പം ഇനി ഈ അരപ്പിട്ട് ഒരു 2 തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് വാങ്ങി വെക്കാം. ഇതിൽ വേറെ മോരോ അങ്ങനെയുള്ള വേറൊരു ഐറ്റം ഒന്നും ചേർക്കണില്ല കേട്ടോ. ഇങ്ങനെയുള്ള കറികളൊക്കെ നല്ല ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ കേട്ടോ. അപ്പം ഇനി അതിലോട്ട് നമ്മൾ കടുക് പൊട്ടിച്ചിടുകയാണ് ചെയ്യണം. കടുകിൽ ഉള്ളി, വേപ്പില, കൊല്ലമുളക് ഇടും കേട്ടോ. കൊല്ലമുളക് ഉണ്ടെങ്കിൽ കൊല്ലമുളക് ഇടുക. ഇതൊക്കെ ഇട്ടൊന്ന് നന്നായിട്ട് മൊരിച്ചെടുത്ത് വരുമ്പോഴേക്കും ഈ കറിയിലോട്ട് അങ്ങോട്ട് ഇട്ടാൽ മതി കേട്ടോ. ഇത്രേ ഉള്ളൂ, സിമ്പിൾ കറിയാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് എന്തുണ്ടെങ്കിലും വേണമെങ്കിൽ കുമ്പളങ്ങ ഇടാം, അല്ലെങ്കിൽ കപ്പങ്ങയൊക്കെ ഇട്ടാൽ ഏറ്റവും ടേസ്റ്റാണ് കേട്ടോ. കപ്പങ്ങ ഇടാം, പിന്നെ അതേമാതിരി തന്നെ ചേമ്പിടാം. പക്ഷേ എനിക്ക് ചേമ്പിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ.
കാരണം ചേമ്പ് ഈ ഒരു തരം വഴുവഴുപ്പ് സ്വഭാവം ഉണ്ടാവും വെന്ത് കഴിയുമ്പോൾ. ആ വഴുവഴുപ്പ് എനിക്കിഷ്ടമല്ല. അപ്പം അതുകൊണ്ടിട്ട് ഞാൻ ചേമ്പ് അങ്ങനെ ഇടാറില്ല കേട്ടോ. പിന്നെ വേണമെങ്കിൽ ചേനയൊക്കെ ഇടാം, അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് കിട്ടണത് എന്തോ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഇതൊക്കെയാണ് നമ്മുടെ കറി കേട്ടോ. അപ്പം ഇനി അത് അച്ഛനും അമ്മയ്ക്കുള്ളത് നമ്മൾ വേറെ മാറ്റി വെക്കും. കാരണം എനിക്ക് ഒരു കുറച്ച് കറി മതി കേട്ടോ. ഇത് ഉച്ചക്കലത്തേക്ക് എടുത്തതാണ്. അപ്പം വളരെ കുറച്ച് കറി മതി. അപ്പം ഞാൻ ആ പാത്രത്തിൽ നിറച്ചും കൊടുത്തു. കാരണം വൈകുന്നേരം ചേട്ടൻ കൂട്ടില്ല ഇത്, ഇങ്ങനത്തെ ഐറ്റം ഒന്നും ഇവിടെ പിടുത്തമല്ല. മീൻ ചാറുണ്ടെങ്കിൽ അത് മതി. പിന്നെ ഈ അച്ചിങ്ങ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മെഴുക്ക് പുരട്ടി വെച്ചാൽ മാത്രം ആൾ കൂട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ കറി അങ്ങോട്ട് കൊടുത്തിട്ട് നമുക്ക് ഉള്ളത് ഒരു കുറച്ചെടുത്ത്. പക്ഷെ നല്ല അപാര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ കറീനെ ഞാൻ തന്നെ പുകഴ്ത്തണില്ല, വളരെ നല്ലൊരു ഇതായിരുന്നു. അപ്പോൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒപ്പം നമ്മൾ വെച്ചേക്കണമെന്ന് പറഞ്ഞാൽ ക്യാബേജ് തോരനാണ് കേട്ടോ. അത് പിന്നെ എല്ലാവർക്കും അറിയാവുന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ ഇത് അമ്മയ്ക്കുള്ള കഞ്ഞിയാണ് കേട്ടോ, കഞ്ഞിയായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്തെന്നാണ് ക്യാബേജ് തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. പിന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.